ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഗാന്ധിജി നടത്തിയിട്ടുള്ള 3 സമരങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചെടുക്കാനാണ്. ആദ്യകാലത്തുണ്ടായിട്ടുള്ള 3 സ്ട്രഗിൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. എല്ലാ മക്കളും ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്തിയാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏർലിയർ മൂവ്മെന്റ്സ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് ചോദ്യം വരാറ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ വർഷങ്ങൾ, അത് എവിടേക്കാണ് നടന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യകാല സമരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം, ഗാന്ധിജി ഇന്ത്യയിലേക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് നടത്തിയിട്ടുള്ള ഒന്നാമത്തെ സമരം എന്ന് പറയുന്നത് ചമ്പാരൻ ഉണ്ടായിരുന്നതാണ്. അതായത് ചമ്പാരൻ, ബീഹാറിലെ ചമ്പാരൻ എന്ന് പറഞ്ഞ എന്താ പറയുക ഗ്രാമത്തിലെ അവിടുത്തെ ഫാമേഴ്സിന്റെ, ഇൻഡിഗോ ഫാമേഴ്സിന്റെ, നീലം കർഷകരുടെ ദുരിതത്തിനെതിരായിട്ടാണ് ഈ ഒരു സമരം ഉണ്ടായിരുന്നത്. 1917 രണ്ടാമത്തെ സമരം എന്ന് പറയുന്നത് അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. അത് 1918 ഗുജറാത്തിലാണ്. മൂന്നാമതെന്ന് പറയുന്നത് ഖേഡയിലെ കർഷക സമരമാണ്. അത് ഗുജറാത്തിൽ തന്നെയാണ്, 1918 തന്നെയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ്, ഇതിനുള്ള കാരണങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് സ്ട്രഗിൾ ഇൻ ചമ്പാരനിലെ കർഷക സമരത്തെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 1917 നടന്നിട്ടുള്ള, ബീഹാറിൽ നടന്നിട്ടുള്ള ഈ ഒരു സമരത്തിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളായിരുന്നു അഡ്രസ് ചെയ്തിരുന്നത്. നീലം കർഷകരാരും അഭിമുഖീകരിച്ചിരുന്ന, ഇൻഡിഗോ ഫാമേഴ്സ് സഫർ ചെയ്തിരുന്ന പ്രശ്നങ്ങളായിരുന്നു ഈ ഒരു സമരത്തിൽ മുമ്പോട്ട് വെച്ച് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആര് ഇൻവോൾവ് ആയിട്ടുണ്ട്? ഗാന്ധിജി ഈ ഒരു സമരത്തിന്റെ ഭാഗമായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഗാന്ധിജി ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദിസ് സ്ട്രൈക്ക് സ്റ്റാർട്ടഡ് സത്യാഗ്രഹ ആൻഡ് ഡിസോബീഡിയൻസ് ഓഫ് ദ റൂൾസ്. ബ്രിട്ടീഷുകാരുടെ റൂൾസ് ഡിസോബീഡിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ സത്യാഗ്രഹ ത്രൂ ആയിരുന്നു ഈ ഒരു സമരം ഗാന്ധിജി കണ്ടക്ട് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഇവരുടെ ആവശ്യം, അത് അംഗീകരിക്കാൻ ആര് തയ്യാറായി? അതോറിറ്റി തയ്യാറായി. ഇതാണ് ഒന്നാമത്തെ സമരം എന്ന് പറയുന്നത്. ചമ്പാരനാണ്. വർഷം നോട്ട് ചെയ്ത് നോക്കാം മക്കളെ, 1917. അടുത്തത് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആണ്. അത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഉണ്ടാവുന്നത്. 1918 സ്ട്രൈക്ക് ഫോർ വേജ് ഹൈക്ക് ഇൻ കോട്ടൺ മിൽ വർക്കേഴ്സ്. കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ തുണിമിൽ തൊഴിലാളികളുടെ സാലറി വർദ്ധിപ്പിക്കാനായിരുന്നു ഈ ഒരു സമരം ഉണ്ടായിരുന്നത്. ഇതിനും ആര് നേതൃത്വം കൊടുക്കുന്നുണ്ട്? ഗാന്ധിജി നേതൃത്വം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഗാന്ധിജി പറയുന്നത് ഇവരുടെ അതും സത്യാഗ്രഹ മോഡൽ തന്നെയാണ്, സ്ട്രൈക്കാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസോബേ ചെയ്യുക, അവരുടെ റൂൾസ് ഒക്കെ ഡിസോബേ ചെയ്യാന്നുള്ളതാണ്. അതോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? എന്താണോ അവരുടെ ഡിമാൻഡ് അത് അഗ്രി ചെയ്യാൻ ആര് തയ്യാറാവുന്നുണ്ട്? അതോറിറ്റി തയ്യാറാവുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആണ് നമ്മുടെ മൂന്നാമത്തെ സമരം എന്ന് പറയുന്നത് പെസന്റ് സ്ട്രൈക്ക് ഇൻ ഖേദ, അല്ലെങ്കിൽ ഖേദയിലെ കർഷക സമരം. അതും 1918 തന്നെയാണ്. അത് ഗുജറാത്തിൽ തന്നെയാണ്. ഖേദ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ പറയാ, വരൾച്ചയും കൃഷിനാശം ഉണ്ടാകുമ്പോഴും അമിതമായിട്ട് നികുതി അടക്കേണ്ട ഒരു അവസ്ഥ ആർക്ക് വരുന്നുണ്ട്? കർഷകർക്ക് വരുന്നുണ്ട്. ഇതിനെതിരെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നികുതി നിഷേധമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഡിസൊബേ ചെയ്യുന്നത്? ടാക്സ് പേ ചെയ്യണം എന്നുള്ള നിയമത്തെയാണ് അവിടെ ലംഘിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും അതോറിറ്റി എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? എന്താണോ ഫാമേഴ്സിന് അനുകൂലമായിട്ടുള്ള നടപടികൾ അത് സ്വീകരിക്കേണ്ട ഒരു ഘട്ടം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്നത് ഇത് 3 ഇത് കൃത്യമായി മക്കൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ വർഷങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും വരും. താങ്ക് യു ഓൾ, ബൈ.